കൂടി ഫെഡറൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫെഡറൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങളുടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ 2 സെക്ഷനാണ് കഴിഞ്ഞത്. അതിൽ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ തുടങ്ങി വെച്ചത് ഏതായിരുന്നു? ലെങ്ത് എന്ന ടേമിൽ നിന്നാണ് തുടങ്ങിയത്. ലെങ്ത് അഥവാ നീളം എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലെങ്ത് അഥവാ നീളം എന്ന് പറയുന്ന ടേമിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലെങ്ത് എന്ന് പറയുന്നതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു യൂണിറ്റുകൾ പലതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആക്യുറേറ്റ് അല്ല, അല്ലെങ്കിൽ അതിനൊന്നും കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് ലെങ്ത് എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഏത് യൂണിറ്റിലേക്ക് തിരിച്ചു വന്നത്? മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഈ മീറ്റർ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിലേക്ക് തിരിച്ചു വന്നത് ആക്യുറസിക്ക് വേണ്ടിയാണ്. ഏതൊരു അളവ് എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും അത്യാവശ്യം ഞാൻ പറഞ്ഞു ആക്യുറേറ്റ് ആയിരിക്കണം. മെഷർമെൻറ്റ് എപ്പോഴും ആക്യുറസി വേണം. സോ ആ ആക്യുറസിക്ക് അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള അളവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് നമ്മൾ മീറ്റർ എന്നതിലേക്ക് തിരിച്ചു വന്നത്. ഈ മീറ്റർ കഴിഞ്ഞു, കറസ്പോണ്ടിങ് ആയിട്ട് മീറ്റർ കഴിഞ്ഞതിന് ശേഷം അടുത്ത യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഇതിലും ചെറിയ യൂണിറ്റുകൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ അന്നേ പറഞ്ഞു ഒരു മീറ്റർ സ്കെയിൽ, ഒരു 1 മീറ്റർ സ്കെയിൽ എന്ന് ഞാൻ പറഞ്ഞു. ആ 1 മീറ്റർ സ്കെയിലെടുത്താൽ ആ 1 മീറ്ററിൽ 100 ഈക്വൽ ഡിവിഷനുകൾ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഓരോ ഡിവിഷനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സെന്റിമീറ്റർ എന്ന് വിളിച്ചു, അല്ലേ? സെന്റിമീറ്റർ. അപ്പോൾ മീറ്റർ കഴിഞ്ഞാൽ അടുത്ത ചെറിയ യൂണിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? സെന്റിമീറ്റർ ആണ്. അപ്പോൾ സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 1 മീറ്റർ സ്കെയിലിനെ 100 ഈക്വൽ ഡിവിഷൻ ആക്കിയാൽ അതിൽ ഓരോ ഡിവിഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റിമീറ്റർ. ഓക്കെ, ഈ സെന്റിമീറ്ററിനെ വീണ്ടും എടുത്താൽ, ഇത് ഈ സ്കെയിലിൽ തന്നെയുള്ള സെന്റിമീറ്ററിൽ എടുത്താൽ ആ സെന്റിമീറ്ററുകളെ വീണ്ടും 10 ഈക്വൽ ഡിവിഷനാക്കി വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സോ ഈച്ച് ഡിവിഷൻ ഈസ് കോൾഡ്, അല്ലെങ്കിൽ അതായത് 10 തുല്യ ഭാഗങ്ങളായിട്ട് അതിനെ ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ അതിലുള്ള ഓരോ ഭാഗത്തിനെയും നമ്മൾ വിളിച്ച പേര് എന്തായിരുന്നു? മില്ലിമീറ്റർ അഥവാ mm കൊണ്ട് കാണിച്ചു. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റിക്കാണ് ഇത്രയും യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞത്. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ആ മീറ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന യൂണിറ്റ് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അതിലും ചെറിയ യൂണിറ്റ് ഉണ്ട്, അത് മില്ലിമീറ്റർ ആണ്. ഇനി ഇതിന്റെ റിലേഷൻഷിപ്പ് പറഞ്ഞു. എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് പറഞ്ഞു? 1 മീറ്റർ, 1 മീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ഷുഡ് ബി ഈക്വൽ ടു, 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററിന് തുല്യമാണെന്ന് പറഞ്ഞു. അടുത്ത റിലേഷൻഷിപ്പ് 1 മീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 mm. 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്ററിന് തുല്യമാണ്. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര mm തുല്യമായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 mm. എത്ര mm ആണ്? 10 mm തുല്യമാണ്. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററിന് തുല്യമായിരിക്കും. 1 മീറ്റർ എന്ന് പറയുന്നത് 1000 mm തുല്യമാണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm തുല്യമാണ്. അപ്പോൾ ഇത്രയും റിലേഷൻഷിപ്പ് ഏതുമായിട്ട് പറഞ്ഞു? ലെങ്തുമായിട്ട് പറഞ്ഞു. അടുത്തത് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഈ ചെറിയ യൂണിറ്റുകളിൽ നിന്നും നമ്മൾ വലിയ യൂണിറ്റിലേക്ക് പോയി, അല്ലേ? ഇപ്പൊ 2 പോയിന്റുകൾ തമ്മിലുള്ള 2 എയും ബിയും എന്ന് പറയുന്ന 2 പോയിന്റുകൾ തമ്മിലുള്ള ഈ ഒരു ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാൻ എനിക്ക് മീറ്ററോ സെന്റിമീറ്ററോ അല്ലെങ്കിൽ mm മതി. എന്നാൽ 2 പ്രദേശങ്ങൾ തമ്മിലുള്ള, ഞാൻ തന്നെ പറഞ്ഞു, 2 റീജിയൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും സെന്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ പറയാൻ കഴിയത്തില്ല. അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ 2 പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരവും കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? കിലോമീറ്റർ കൊണ്ടാണ്. കിലോമീറ്റർ. എന്തുകൊണ്ടാണ്? കിലോമീറ്റർ കൊണ്ടാണ് 2 റീജിയൻസ് അല്ലെങ്കിൽ 2 പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരങ്ങൾ നമ്മൾ അളക്കുന്നതെന്ന് പറഞ്ഞു. ഈ കിലോമീറ്റർ, അതായത് ലെങ്ത്തിന്റെ കുറച്ചുകൂടെ വലിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ. ഇതിനേക്കാളും വലിയ 2-3 യൂണിറ്റുകൾ പറഞ്ഞു. അതിൽ ഒന്നായിരുന്നു ഏത്? ലൈറ്റ് ഇയർ. എന്തായിരുന്നു?
ലൈറ്റ് ഇയർ. അപ്പോൾ എന്താണ് ലൈറ്റ് ഇയർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു വർഷം അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം, അതിനെയാണ് നമ്മളെന്ന് വിളിച്ചത് ലൈറ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അതേപോലെ മറ്റൊരു യൂണിറ്റ് ആണ് AU അല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ പാഴ്സെക്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു പാഴ്സെക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊണ്ടുണ്ട്. അഥവാ എന്ത് സെക്കൻഡ്? പാരലിറ്റിക് സെക്കൻഡ്. എന്ത് സെക്കൻഡ് ആണ്? പാരലിറ്റിക് സെക്കൻഡ്. പാരലിറ്റിക് സെക്കൻഡിനെയാണ് പാഴ്സെക് എന്ന് കാണിക്കുന്നത്. ഇതും എന്താണ്? ഈ പറഞ്ഞ ലെങ്ത്തിന്റെ വലിയ യൂണിറ്റുകളാണ്. ഈ ലൈറ്റ് ഇയർ ആയാലും അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയാലും പാഴ്സെക് അല്ലെങ്കിൽ പാരലിറ്റിക് സെക്കൻഡ് ആയാലും എല്ലാം ലെങ്ത്തിന്റെ വലിയ വലിയ യൂണിറ്റുകളാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞത് ലൈറ്റ് ഇയർ എന്താണെന്ന് പറഞ്ഞു. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണോ അതാണ് ലൈറ്റ് ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അസ്ട്രോണമിക്കൽ യൂണിറ്റും ഈ പറഞ്ഞ പാരലിറ്റിക് സെക്കൻഡ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും സൂര്യൻ വരെയുള്ള ആ ഒരു ആവറേജ് ഡിസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരങ്ങൾ അളക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്റ്റാർസ് അഥവാ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരങ്ങൾ അളക്കുന്നതിന് വേണ്ടി, ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റുകളാണ് ഏതെന്ന് പറയുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയാലും പാഴ്സെക് ആയാലും എല്ലാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലെങ്തിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു പറഞ്ഞു. ലെങ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലെങ്ത് കഴിഞ്ഞ് അടുത്ത ടേമിലേക്ക് പോയി. അടുത്ത ടേം എന്തായിരുന്നു? മാസ് ആയിരുന്നു. എന്തായിരുന്നു? മാസ്. മാസ് എന്താണെന്ന് പറഞ്ഞു. മാസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റുകളും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തു. അടുത്ത ഏതായിരുന്നു? മാസ്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് റിലേഷൻഷിപ്പ് പറഞ്ഞായിരുന്നു. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 അല്ലെങ്കിൽ 1000 മീറ്റർ ആണെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ എത്ര? 10⁻3 മീറ്ററിന് തുല്യമാണെന്ന് പറഞ്ഞു. 1000 മീറ്റർ ചേരുമ്പോഴാണ് എന്താവുന്നത്? 1 കിലോമീറ്റർ ആവുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞല്ലേ? ഈ റിലേഷൻഷിപ്പ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു സെന്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 mm എന്നാണൊക്കെ പറഞ്ഞു അല്ലേ? സെന്റിമീറ്ററും mm തമ്മിലുള്ള റിലേഷൻ എത്രയാണ്? 10 mm ആണ്. 10 mm ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞായിരുന്നു ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/100 മീറ്റർ ആണ്. 1/100 മീറ്റർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു mm എന്ന് പറയുന്നത് 1/1000 1000 മീറ്റർ ആണ്. 1/1000 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1/ എന്താണ്? 10⁻⁻6 മീറ്റർ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്റർ ആണെന്ന് റിലേഷൻഷിപ്പ് പറഞ്ഞു. അപ്പൊ ഈ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾ ഏത് ടേമിലേക്ക് വന്നത്? മാസ് എന്ന് പറയുന്ന ഈ ഒരു ടേമിലേക്ക് വന്നത്. എന്തായിരുന്നു മാസ്? അല്ലെങ്കിൽ മാസ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിന്റെ മാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു. ആ മാസിന്റെ കേസിൽ പറഞ്ഞപ്പോൾ അതിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് പറഞ്ഞു. എന്തായിരുന്നു? കിലോഗ്രാം ആയിരുന്നു. ഏതായിരുന്നു? കിലോഗ്രാം. കിലോഗ്രാം ഈസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ്. മാസ് എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണെന്ന് പറഞ്ഞു. ഈ ലെങ്ത് പറഞ്ഞതുപോലെ തന്നെ കിലോഗ്രാമിനും എന്തുണ്ട്? ചെറിയ യൂണിറ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വലിയ യൂണിറ്റുകളുണ്ട്. അപ്പം മാസ് ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ മാസ് എന്നതുകൊണ്ട് കാണിക്കുന്നത് ആ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന പേരാണ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്. അപ്പോൾ ആ മാസ് ഓഫ് എ സബ്സ്റ്റൻസിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു യൂണിറ്റ് എന്ന് പറഞ്ഞു? കിലോഗ്രാം ആണെന്ന് പറഞ്ഞു. ഈ കിലോഗ്രാമും ഇതിലും ചെറിയ യൂണിറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഏത്? ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? മില്ലിഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രാം, മില്ലിഗ്രാം, ഇങ്ങനെ ഒരുപാട് യൂണിറ്റുകളുണ്ട്. ഇതൊക്കെ ചെറുതായിട്ടുള്ള കിലോഗ്രാമിനേക്കാളും ചെറിയ യൂണിറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? മില്ലിഗ്രാം. അപ്പൊ ഇതിന്റെ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു 1/2 കിലോഗ്രാം. 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത് എത്രയ്ക്ക് തുല്യമാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ഗ്രാം ആണ്. 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 500 ഗ്രാമിന് തുല്യമായിരിക്കും. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമിന് തുല്യമാണ്? 1000 ഗ്രാമിന് തുല്യമാണ്. 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാം. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമിന് തുല്യമായിരിക്കും. അതുപോലെ തന്നെ അടുത്ത ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞത് എന്താണ്? ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ അത് 1000 മില്ലിഗ്രാമിന് തുല്യമായിരിക്കും. 1000 മില്ലിഗ്രാമിന് തുല്യമാണ്. 1000
മില്ലി. അപ്പൊ ഏറ്റവും വലിയ യൂണിറ്റ് കിലോഗ്രാം ആണ്, അതിലും ചെറുത് ഗ്രാം ആണെന്ന് പറഞ്ഞു, അതിലും ചെറുത് മില്ലിഗ്രാം ആണെന്ന് പറഞ്ഞു. അപ്പൊ 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 500 ഗ്രാമിന് തുല്യമാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമിന് തുല്യമാണ്. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാമിന് തുല്യമാണ്. അടുത്ത റിലേഷൻഷിപ്പ് പറഞ്ഞത് 100 കിലോഗ്രാം എന്ന് പറയുന്നത് എന്തെന്ന് വിളിക്കുന്നു? 1 ക്വിന്റൽ എന്നാണ് വിളിക്കുന്നത്. 1 ക്വിന്റൽ. അപ്പൊ 1 ക്വിന്റൽ എന്ന് കാണിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം. 100 കിലോഗ്രാമിനെയാണ് 1 ക്വിന്റൽ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 കിലോഗ്രാമിനെ വിളിക്കുന്ന പേര്, 1000 കിലോഗ്രാമിനെ വിളിക്കുന്ന പേര് 1 ടൺ. 1 ടൺ, 1 ടൺ. 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് തുല്യമാണ്? 1000 കിലോഗ്രാമിന് തുല്യമായിരിക്കും. ഈ റിലേഷൻഷിപ്പും പറഞ്ഞു. അതെല്ലാം ഏതിലാണ് കറസ്പോണ്ടിങ് ആയിട്ട് വന്നത്? മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. അപ്പൊ ആദ്യം ലെങ്തിൽ നമ്മൾ തുടങ്ങി, അത് കഴിഞ്ഞ് കറസ്പോണ്ടിങ് ആയിട്ട് ഏതിലേക്ക് വന്നു? മാസിൽ വന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ മെഷറിംഗ് ലെങ്ത് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ്. ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഞാൻ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തെല്ലാം, അല്ലെങ്കിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തുകൊണ്ടായിരിക്കണം ഒരു ലെങ്ത് വൈസ് ആയിട്ടുള്ള മെഷർമെന്റ് ഞാൻ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് 3 കാര്യങ്ങളെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, എപ്പോഴും നമ്മൾ ലെങ്ത് എടുക്കുന്ന സമയത്ത് മെഷർമെന്റ് എടുക്കുമ്പോഴത്തേക്കും ഒബ്ജക്റ്റിനോട് ചേർത്തായിരിക്കണം എന്ത് വെക്കേണ്ടത്? സ്കെയിൽ വെക്കേണ്ടത്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് കണ്ണിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഐ പൊസിഷൻ. അന്നേ ഞാൻ പറഞ്ഞതാണ്, എപ്പോഴും ഷുഡ് ബി സ്ട്രൈറ്റ്. അതെന്തായിരിക്കണം? സ്ട്രൈറ്റ് ആയിരുന്നാൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള എന്ത് കിട്ടത്തുള്ളൂ? മെഷർമെന്റുകൾ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ മൂന്നാമത്തത് എന്തായിരുന്നു? മൂന്നാമത്തെ കാര്യം, സ്കെയിലിന്റെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ തുടക്ക ഭാഗവും മറ്റോ പൊട്ടിയിരുന്നാൽ ആ ബ്രോക്കൺ പാർട്ട്, ആ പൊട്ടിയ ഭാഗം മാറ്റി അടുത്ത ഹോൾ നമ്പർ, അടുത്ത പൂർണ്ണസംഖ്യ എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ ഒരു ഇപ്പം അടുത്തപ്പോൾ 4 എന്ന് പറയുമ്പോൾ 1, 2, 3 ഇല്ല. കറസ്പോണ്ടിങ് ആയിട്ട് 4 എന്ന് പറയുന്നതാണ് അടുത്ത ഡിവിഷൻ എങ്കിൽ നമ്മൾ 4 സെന്റിമീറ്റർ വെച്ച് ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യണം? അളന്ന് തുടങ്ങണം. അപ്പൊ ഈ ഒരു പ്രിക്കോഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസം എന്ത് ചെയ്താണ് പറഞ്ഞതാണ്. അപ്പൊ 2 ക്വാണ്ടിറ്റികളാണ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞത്. അതിൽ ഒന്ന് എന്തായിരുന്നു? ലെങ്ത് ആയിരുന്നു. രണ്ടാമത്തത് എന്തായിരുന്നു? മാസ് ആയിരുന്നു. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് ടൈം. അടുത്ത ക്വാണ്ടിറ്റി ടൈം അല്ലെങ്കിൽ സമയം. അപ്പോൾ ലെങ്തായി, മാസായി. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ടൈമാണ്. ഈ ടൈം പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആൾക്കാർ, അതായത് ഒരുപാട് പണ്ടത്തെ ആൾക്കാർ, ഇപ്പോഴത്തെ ആൾക്കാരല്ല, പണ്ടത്തെ ആൾക്കാരെല്ലാം സമയവും കാര്യങ്ങളും കണ്ടുപിടിച്ചിരുന്നത് പണ്ട് വാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ കാര്യങ്ങളോ യൂസ് ചെയ്തായിരുന്നില്ല. പകരം നിഴലിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഷാഡോസിന്റെ പൊസിഷൻ വെച്ചുകൊണ്ട് സമയം പറഞ്ഞവരുണ്ടായിരുന്നു. ഷാഡോസിന്റെ അല്ലെങ്കിൽ നിഴലിന്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് സമയം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്താണ്? മൊബൈൽ ഫോണുകളും വാച്ചും ക്ലോക്കും കാര്യങ്ങളും യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് പറയാൻ അറിയത്തുള്ളൂ? സമയം കണ്ടുപിടിക്കാൻ അറിയത്തുള്ളൂ. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഈ വാച്ചിനും അതേപോലെ തന്നെ മൊബൈൽ ഫോണിനൊക്കെ മുമ്പ് ഷാഡോ അല്ലെങ്കിൽ നിഴൽ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പലരും എന്ത് പറഞ്ഞിരുന്നു? സമയം പറഞ്ഞിരുന്നു, ഷാഡോസിന്റെ പൊസിഷൻ വെച്ചുകൊണ്ട്. അന്നാണ് നമ്മൾ നിഴൽ ഘടികാരം അല്ലെങ്കിൽ സൺ ഡയലൊക്കെ യൂസ് ചെയ്യുന്നത്. നിഴൽ ഘടികാരങ്ങൾ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാറുണ്ട്? സൺ ഡയൽ. അപ്പൊ ഈ നിഴൽ ഘടികാരം അല്ലെങ്കിൽ സൺ ഡയലൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിന്റെ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയാണ്? ഷാഡോസിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഈ നിഴലിന്റെ സ്ഥാനം വെച്ചുകൊണ്ട് നമുക്ക് അപ്പോഴത്തെ സമയം എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോഴത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമയം കണ്ടുപിടിക്കുന്നതിനാണ് ഈ നിഴൽ ഘടികാരവും അതേപോലെ തന്നെ ഈ സൺ ഡയലൊക്കെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത്? യൂസ് ചെയ്തു. എന്നാൽ ഇത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിനെ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്തു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ലിമിറ്റേഷൻ ഇതുണ്ട്. പകൽ സമയങ്ങളിൽ എന്തുപയോഗിക്കാം? സൺ ഡയൽ യൂസ് ചെയ്യാം. എന്നാൽ രാത്രി കാലങ്ങളിൽ സൂര്യനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൂര്യപ്രകാശമോ കാര്യങ്ങളോ ഒന്നും എന്തില്ല, നൈറ്റിലില്ല. അങ്ങനെ വന്നപ്പോൾ ഈ നിഴൽ ഘടികാരം അല്ലെങ്കിൽ സൺ ഡയലൊക്കെ യൂസ് ചെയ്യുന്നതിന് ചെറിയ ലിമിറ്റേഷൻസ് വന്നു തുടങ്ങി. ഇനി രാത്രി കാലങ്ങളിൽ ഈ നിഴലും കാര്യങ്ങളും അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശവും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പണ്ട് കാലങ്ങളിലാണെങ്കിൽ ആൾക്കാർ എന്തുപയോഗിക്കുമായിരുന്നു?
നക്ഷത്രങ്ങളുടെ സ്ഥാനം വെച്ച് സമയം പറയുമായിരുന്നു. ഇതിന്റെ സ്റ്റാർസിന്റെ പൊസിഷൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ സ്ഥാനം വെച്ചുകൊണ്ട് സമയം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ലെങ്ത് പറഞ്ഞപ്പോഴും മാസ് പറഞ്ഞപ്പോഴും പണ്ട് കാലങ്ങളിൽ പല രീതിയിലുള്ള യൂണിറ്റുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ടൈം എങ്ങനെയായിരുന്നു വെച്ചിരുന്നത്, അല്ലെങ്കിൽ ടൈം നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നു ചോദിച്ചാൽ എന്തിൻ്റെ പൊസിഷൻ അനുസരിച്ച്, ഷാഡോസിന്റെ പൊസിഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നിഴലിന്റെ പൊസിഷൻ അനുസരിച്ച് കൊണ്ടാണ്, നിഴലിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നു അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ഈ ടൈം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ടായിരുന്നു, നിഴൽ ഘടികാരം അല്ലെങ്കിൽ സൺ ഡയൽസുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രി കാലങ്ങളിലാകുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുന്ന സമയത്താണ് അവർ എന്തിന്റെ പൊസിഷൻ വെച്ച് സമയം കണ്ടുപിടിച്ചിരുന്നു, രാത്രി കാലങ്ങളായാൽ സ്റ്റാർസിന്റെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് കണ്ടുപിടിച്ചു, സമയം കണ്ടുപിടിച്ച്. എന്നാൽ ഇന്ന് നമ്മൾ ഇതിനെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് മൊബൈലുണ്ട്, വാച്ചുണ്ട്, ക്ലോക്ക് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറഞ്ഞ ടൈം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ പണ്ട് കാലത്തെ പോലെ നമുക്ക് ഇന്ന് സൂര്യന്റെ പ്രകാശമോ അല്ലെങ്കിൽ സൂര്യന്റെ സ്ഥാനമോ അല്ലെങ്കിൽ നിഴലിന്റെ സ്ഥാനമോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണെങ്കിൽ സ്റ്റാർസിന്റെ നക്ഷത്രങ്ങളുടെ സ്ഥാനമോ പൊസിഷനോ വെച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, സമയം കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് സോളാർ ഡേ എന്നറിയണം. എന്താണ് സോളാർ ഡേ അല്ലെങ്കിൽ വാട്ട് ഈസ് സോളാർ ഡേ, എന്താണ് സോളാർ ഡേ അല്ലെങ്കിൽ സോളാർ ദിനം. ഒരു സോളാർ ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനെയാണ് ഒരു സോളാർ ദിനം അല്ലെങ്കിൽ ഒരു സോളാർ ഡേ എന്ന് പറയുന്നത്? സോളാർ ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ടൈം പീരീഡ് ബിറ്റ്വീൻ 1 noon ടു നെക്സ്റ്റ് noon എന്നാണ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരയ്ക്കിടയ്ക്കുള്ള അല്ലെങ്കിൽ അടുത്ത നട്ടുച്ച വരെയുള്ള അതിനിടയ്ക്കായിട്ട് വരുന്ന ആ ഒരു സമയം, അതാണ് ഒരു സോളാർ ഡേ. അപ്പോൾ വാട്ട് ഈസ് സോളാർ ഡേ? ഒരു സോളാർ ഡേ അല്ലെങ്കിൽ സോളാർ ദിനം എന്തായിരിക്കും, ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള അതിനിടയ്ക്ക് വരുന്ന ടൈം പീരീഡ്. ദ ടൈം പീരീഡ് ബിറ്റ്വീൻ 1 noon ടു നെക്സ്റ്റ് noon എന്നാണ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള ആ ഒരു ടൈം പീരീഡ് അത് എത്രയാണോ അതാണ് എന്തെന്ന് പറയുന്നത് സോളാർ ഡേ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് സോളാർ ദിനം എന്ന് കാണിക്കുന്നത്. അപ്പം സോളാർ ഡേ അല്ലെങ്കിൽ സോളാർ ദിനം എന്നതുകൊണ്ട് കാണിക്കുന്നത് എന്താണ്, സോളാർ ഡേ അല്ലെങ്കിൽ സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ടൈം പീരീഡ്, അതിനെയാണ് നമ്മൾ സോളാർ ഡേ അല്ലെങ്കിൽ സോളാർ ദിനം എന്ന്. ഇതാണ് ആദ്യം ഈ ടൈമിന്റെ ബേസിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത്. സോളാർ ദിനം എന്ന് പറഞ്ഞാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള ആ ടൈം പീരീഡ്. ഇനി ഈ ഒരു സോളാർ ദിനത്തിനെ ഞാൻ 24 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സോളാർ ഡേ അല്ലെങ്കിൽ ഒരു സോളാർ ദിനത്തിനെ 24 തുല്യ ഭാഗങ്ങളാക്കി ഞാൻ എന്ത് ചെയ്യുന്നു, ഭാഗിക്കുന്നു. എങ്കിൽ ഓരോ ഈക്വൽ ഡിവിഷനെയും അല്ലെങ്കിൽ ഓരോ തുല്യ ഭാഗത്തിനെയും ഞാൻ അതിൽ വിളിക്കുന്ന പേരെന്താണ്, മണിക്കൂർ അല്ലെങ്കിൽ അവേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. മണിക്കൂർ അല്ലെങ്കിൽ അവേഴ്സ്. അപ്പോൾ മണിക്കൂർ അല്ലെങ്കിൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സോളാർ ഡേ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ 24 ഈക്വൽ ഡിവിഷൻ 24 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്താൽ ആ ഓരോ ഭാഗത്തിനെയും അല്ലെങ്കിൽ ഈക്വൽ ഡിവിഷനിൽ ഓരോ ഡിവിഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മണിക്കൂർ അല്ലെങ്കിൽ അവേഴ്സ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഡേ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഉണ്ടായിരിക്കും, ആ 24 മണിക്കൂർ ഉണ്ടായിരിക്കും. 24 അവേഴ്സ് ചേരുന്നതാണ് ഒരു ഡേ. അപ്പോൾ ഒരു ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 1 day ഈസ് ഈക്വൽ ടു 24 hours എന്നാണ്. ഒരു ഡേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിന് തുല്യമായിരിക്കും. ഇത് അറിഞ്ഞിരിക്കണം. ഒരു ഡേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിന് തുല്യമാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് സമയത്തിനടിയിൽ നമ്മൾ പറഞ്ഞത്. ഒന്ന്, എന്താണ് സോളാർ ഡേ അല്ലെങ്കിൽ എന്താണ് സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ്, അതിനെയാണ് നമ്മൾ സോളാർ ഡേ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സോളാർ ദിനം. എന്താണ്, ദ ടൈം പീരീഡ് ബിറ്റ്വീൻ ദ 1 noon ടു ദ നെക്സ്റ്റ് noon. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനിടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വരുന്ന ആ ഒരു ടൈം പീരീഡ്.
ആ സമയത്തിന്റെ ഒരു കാലയളവ്, അതാണ് ഒരു ദിവസം അല്ലെങ്കിൽ അതാണ് സോളാർ ഡേ എന്ന് പറയുന്നത്. അപ്പൊ നോർമലായിട്ട് നമ്മുടെ ഒരു ദിവസത്തെ ഞാൻ 24 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്താൽ അതിൽ ഓരോ ഭാഗത്തിനെയും അല്ലെങ്കിൽ അതിലുള്ള ഓരോ ഡിവിഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മണിക്കൂർ അല്ലെങ്കിൽ അവേഴ്സ് എന്ന് ചെയ്ത് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൺ ഡേ അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 24 അവേഴ്സ്. ഒരു ഡേ എന്ന് പറയുന്നത് 24 മണിക്കൂറിന് തുല്യമായിരിക്കും. ഒരു ഡേ എന്ന് പറയുന്നത് 24 അവേഴ്സിന് എന്തായിരിക്കും? തുല്യമാണ്. ഒരു ഡേ എന്ന് പറയുന്നത് 24 മണിക്കൂറിന് തുല്യമായിരിക്കും. ഓക്കെ, ഇനി ഈ 24 ഈക്വൽ ഡിവിഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഓരോ ഡിവിഷനെയും മണിക്കൂർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അവേഴ്സിനെ ഞാൻ വീണ്ടും അല്ലെങ്കിൽ മണിക്കൂറിനെ വീണ്ടും ഞാൻ എത്രയാക്കി ഡിവൈഡ് ചെയ്യുന്നു? വീണ്ടും ഇതിനെ എത്ര 60 ഈക്വൽ ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്തു. 60 ഈക്വൽ ഡിവിഷനാക്കി ഞാൻ ഡിവൈഡ് ചെയ്തു. 60 ഈക്വൽ ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഓരോ ഡിവിഷനെയും ഞാൻ വിളിക്കുന്ന പേര് മിനിറ്റ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? മിനിറ്റ്. എന്തെന്നാണ് വിളിക്കുന്നത്? മിനിറ്റ് എന്നാണ് വിളിക്കുന്നത്. മിനിറ്റ്. അപ്പോൾ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഒരു ദിവസത്തെ ഞാൻ എത്ര ഡിവിഷനാക്കി? 24 ഈക്വൽ ഡിവിഷനാക്കി. എത്ര ഡിവിഷനാക്കി? 24 ഈക്വൽ ഡിവിഷനാക്കി. ആ ഓരോ ഡിവിഷനെയും ഞാൻ മണിക്കൂർ എന്നല്ലെങ്കിൽ അവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ റിലേഷൻ കൊണ്ടുവന്നു. ഒരു ദിവസം അല്ലെങ്കിൽ വൺ ഡേ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 24 അവേഴ്സ് ആണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറിന് തുല്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഈ എടുത്തിരിക്കുന്ന മണിക്കൂർ അല്ലെങ്കിൽ ഈ എടുത്തിരിക്കുന്ന അവേഴ്സിനെ ഞാൻ വീണ്ടും എത്ര ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്യുന്നു? 60 ഈക്വൽ ഡിവിഷനാക്കി ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതിലുള്ള ഓരോ ഭാഗത്തിനെയും അല്ലെങ്കിൽ 60 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്താൽ അതിലുള്ള ഓരോ ഡിവിഷനെയും അല്ലെങ്കിൽ അതിലുള്ള ഓരോ ഭാഗത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മിനിറ്റ് എന്ന് വിളിച്ചു. എന്ന് വിളിച്ചു? മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ് നമുക്ക് എഴുതിക്കൂടെ? ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടായിരിക്കും? 60 മിനിറ്റ് ഉണ്ടായിരിക്കും. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ആണ് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളത്. ഒരു മണിക്കൂർ എടുത്താൽ അപ്പൊ 60 മിനിറ്റ് ചേരുമ്പോഴാണ് എന്താകുന്നത്? ഒരു മിനിറ്റ് ആകുന്നത്. 60 മിനിറ്റുകൾ ചേരുന്ന സമയത്താണ് ഒരു അവർ ആകുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിനകത്ത് എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ആണുള്ളത്. ഇനി അപ്പോൾ രണ്ട് ഡിവിഷനായി. ആദ്യം 24നെ ഞാൻ 6 ആക്കി അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള നമ്മളെ ഒരു ദിവസത്തിനെ 24 ആക്കി ഭാഗിച്ചപ്പോൾ ഓരോ ആൾക്കാരെയും അവേഴ്സ് എന്ന് വിളിച്ചു. ഓക്കെ, ഈ അവേഴ്സിനെ എടുത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? 60 ഈക്വൽ ഡിവിഷൻ ആക്കിയാണ് ഡിവൈഡ് ചെയ്തത്. 60 ഈക്വൽ ഡിവിഷൻ. അപ്പോൾ അവേഴ്സിലുള്ള ഓരോ 60 ഈക്വൽ ഡിവിഷനെയും കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന പേരാണ് മിനിറ്റ് എന്ന് വിളിച്ചു, ഇല്ലേ? ഇനി ഈ മിനിറ്റിനെ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഈ മിനിറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് വീണ്ടും ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. മിനിറ്റിനെ വീണ്ടും ഞാൻ 60 ഈക്വൽ ഡിവിഷൻ ആക്കുന്നു. മിനിറ്റ് എടുത്താൽ ആ മിനിറ്റിനെ വീണ്ടും എത്ര ഈക്വൽ ഡിവിഷൻ ആക്കുന്നു? 60 ഈക്വൽ ഡിവിഷൻ ആക്കി ഞാൻ ഡിവൈഡ് ചെയ്തു. 60 ഈക്വൽ ഡിവിഷൻ ആക്കി ഞാൻ ഡിവൈഡ് ചെയ്തു. ഇതിനെ വീണ്ടും മിനിറ്റിനെ വീണ്ടും 60 ഈക്വൽ ഡിവിഷൻ ആക്കിയാൽ അതിലുള്ള ഓരോ ഡിവിഷനെയും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന പേര് സെക്കൻഡ്സ് എന്നാണ് വിളിക്കുന്നു. സെക്കൻഡ്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ അതിന് എന്തുകൊണ്ട് കാണിക്കുന്നു? സെക്കൻഡ് ഇങ്ങനെയും കാണിക്കാം, അല്ലെങ്കിൽ എന്ത് കാണിക്കാം? എസ് കൊണ്ടും കാണിക്കാം. എസ് കൊണ്ടും ഡിനോട്ട് ചെയ്യാം, SEC എന്നും കാണിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ മിനിറ്റിന് വീണ്ടും ഞാൻ എത്ര ആക്കി? 60 ഈക്വൽ ഡിവിഷൻ ആക്കി. അങ്ങനെ മിനിറ്റിനെ 60 ഈക്വൽ ഡിവിഷൻ ആക്കിയാൽ ഓരോ ഡിവിഷനെയും വിളിച്ച പേരാണ് സെക്കൻഡ് എന്ന് വിളിച്ചു. ഇനി നമുക്കൊരു കാര്യം പറയാം. ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം, സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ആണ്. അപ്പൊ അടുത്ത ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ട കേസാണ്. സമയം എടുത്താൽ ആ സമയത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ്. അപ്പം സമയത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം സോളാർ ഡേ എന്താണെന്ന് പറഞ്ഞു. സോളാർ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെ അതിനിടയ്ക്ക് വരുന്ന ആ ഒരു കറസ്പോണ്ടിങ് ടൈം പീരീഡ് എത്രയാണോ അതാണ് അവിടുത്തെ സോളാർ ഡേ. ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ സോളാർ ദിനം അല്ലെങ്കിൽ സോളാർ ഡേ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്.
ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ദിവസം എടുത്താൽ അല്ലെങ്കിൽ ഒരു ഡേ ഞാൻ എടുത്താൽ ആ ഒരു ഡേ ഞാൻ 24 ഈക്വൽ ഡിവിഷനാക്കി ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 24 ഈക്വൽ ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്താൽ അതിനുള്ള ഓരോ ഡിവിഷനെയും ഞാൻ വിളിക്കുന്ന പേരാണ് മണിക്കൂർ, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നു, അവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. മണിക്കൂർ എന്നല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെന്ന് വിളിക്കുന്നു, അവേഴ്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത റിലേഷൻഷിപ്പ് കൊണ്ടുവന്നു. ഒരു ഡേ അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ എടുത്താൽ, ഒരു ഡേ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ദിവസം ഞാൻ എടുത്താൽ ആ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുകൾ ഉണ്ടായിരിക്കും? 24 മണിക്കൂറുകൾ ഉണ്ടായിരിക്കും. എത്ര മണിക്കൂർ ഉണ്ടായിരിക്കും? 24 മണിക്കൂർ. വൺ ഡേ അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ഇവിടെ നിന്നും അടുത്ത് നമ്മൾ അങ്ങോട്ട് പോയി ഈ മണിക്കൂറിനെ കൊണ്ട് ഇങ്ങ് വന്നു. ഈ മണിക്കൂറിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ അവേഴ്സിനെ വീണ്ടും 60 ഈക്വൽ ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ 60 തുല്യ ഭാഗങ്ങളാക്കി ഞാൻ ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഓരോ ഡിവിഷനെയും അല്ലെങ്കിൽ ഓരോ ഭാഗത്തിനെയും ഞാൻ വിളിച്ച പേരാണ് എന്ത്? മിനിറ്റ് എന്ന് വിളിച്ചു. അപ്പോൾ അടുത്ത റിലേഷൻഷിപ്പ് അവിടെ നിന്ന് കൊണ്ടുവന്നു. 1 അവർ, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ചേരുന്നതാണ്? 60 മിനിറ്റ് ചേരുന്നതാണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ് ചേരുന്നതാണ് ഒരു മണിക്കൂർ. അടുത്ത റിലേഷൻഷിപ്പ് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് വന്നു? മിനിറ്റിനെ എടുത്തു. ഈ മിനിറ്റിനെ വീണ്ടും നമ്മൾ എത്ര ഈക്വൽ ഡിവിഷൻ ആക്കി? 60 ഈക്വൽ ഡിവിഷൻ ആക്കി, അല്ലെങ്കിൽ 60 തുല്യ ഭാഗങ്ങളാക്കി. എങ്കിൽ അതിലുള്ള ഓരോ ഭാഗത്തിനെയും അല്ലെങ്കിൽ ഓരോ ചെറിയ 60 ഈക്വൽ ഡിവിഷനിലെ ഓരോ ഈക്വൽ ഡിവിഷനെ നമ്മൾ വിളിച്ച പേരാണ് സെക്കൻഡ് എന്ന് വിളിച്ചു. അതിനെ എന്തുകൊണ്ട് ഞാൻ കാണിക്കുന്നു? എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. സമയത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ടൈം, സമയത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ സമയത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ആണ്. ഇനി ഇവിടെ അടുത്ത ഒരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. 1 മിനിറ്റ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആയിരിക്കും? അപ്പോൾ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് ചേരുമ്പോഴാണ് എന്താകുന്നത്? ഒരു മിനിറ്റ് ആകുന്നത്. 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ്സ് ചേരുന്നുണ്ട്. അപ്പൊ 60 സെക്കൻഡുകൾ ചേരുന്നതാണ് ഒരു മിനിറ്റ്. 60 സെക്കൻഡുകൾ ചേരുന്നതാണ് ഒരു മിനിറ്റ്. അപ്പൊ എത്ര റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്? 3 റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്. ആദ്യം ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറിന് തുല്യമാണ്. അടുത്തത് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റുകൾക്ക് തുല്യമാണ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡുകൾക്ക് തുല്യമാണ്. അപ്പോൾ നമ്മൾ ടൈം പറഞ്ഞു, അതേപോലെ തന്നെ ഇതിനു മുമ്പ് ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, മാസം പറഞ്ഞിട്ടുണ്ട്. ലെങ്തിലും മാസിലും പറഞ്ഞ പോലെ തന്നെയാണ് വലിയ യൂണിറ്റുകളുമുണ്ട്, അതിൽ ചെറിയ യൂണിറ്റുകളുമുണ്ട്, ഇല്ലേ? വലുതായിട്ടുള്ള ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു അവേഴ്സ് അല്ലെങ്കിൽ മണിക്കൂർ എന്ന് പറയുന്നത്. മണിക്കൂറിൽ നിന്നും കുറച്ചും കൂടെ ചെറുതായി നമ്മൾ എങ്ങോട്ടേക്ക് വന്നു? മിനിറ്റിലേക്ക് വന്നു. മിനിറ്റിൽ നിന്നും വീണ്ടും ചെറുതായി നമ്മൾ എങ്ങോട്ടേക്ക് വന്നു? സെക്കൻഡിലേക്ക് വന്നു. എന്തിലേക്ക് വന്നു? സെക്കൻഡിലേക്ക് വന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ദിവസത്തിൽ അങ്ങനെയാണെങ്കിൽ ടോട്ടലായിട്ട് എത്ര സെക്കൻഡുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഒരു ദിവസം എടുത്താൽ, ഒരു ദിവസമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ ഒരു ദിവസത്തിൽ, ഒരു ദിവസമാണ് ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ, ഒരു ദിവസമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട്? ഓക്കെ, ഒരു ഡേ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 അവേഴ്സാണ്, അല്ലേ? ഒരു ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറിനെയാണ് ഞാൻ ഒരു ദിവസം കൊണ്ട് കാണിക്കുന്നത്. 24 മണിക്കൂറിനെയാണ് 1 ഡേ എന്ന് നമ്മൾ എടുക്കുന്നത്. ഇതിനെ വീണ്ടും ഞാനൊന്ന് കൺവേർട്ട് ചെയ്യുന്നു. ഈ 24നെ ഒരു 60 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 60 കൊണ്ട് ഞാൻ ഗുണിച്ചു. ആദ്യം ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറായിരുന്നു. ആ 24 മണിക്കൂറിനെ 24 ഗുണം 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇത് ഏതിലായി? മിനിറ്റിലായി. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? മിനിറ്റ്. നമുക്ക് അറിയേണ്ടത് എന്താണ്? ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ആ 24നെ 60 കൊണ്ട് ഗുണിച്ചാൽ അതിപ്പോൾ എന്തിലായി? മിനിറ്റിലായി. ഇനി 24 ഗുണം 60 ഗുണം ഒരു 60 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിപ്പോൾ എന്തിലാവും?
സെക്കൻഡിലാവില്ലേ? ഇപ്പൊ ഏതിലായി? സെക്കൻഡിലായി. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണെന്ന് പറഞ്ഞു. ആ 24 മണിക്കൂറിനെ ഞാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മിനിറ്റ് കിട്ടും. ആ കിട്ടിയ മിനിറ്റ് 24 കൊണ്ട് 60 മിനിറ്റ് ആയുള്ളൂ. വീണ്ടും അതിനെ 60 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതെന്തിലായി? സെക്കൻഡിലായി. ഇത് ഗുണിച്ച് അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കിട്ടുന്ന സമയത്ത് എത്ര വരും? 86400 അല്ലെങ്കിൽ 86,400 സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. 86,400 സെക്കൻഡ്. അപ്പോൾ 1 ഡേ അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡുകൾ ചേരുന്നതാണ്? 86,400 സെക്കൻഡുകൾ ചേരുന്നതാണ് ഒരു ദിവസം. ഇത് മറക്കരുത്. അപ്പോൾ 1 ഡേ, ഒരു ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര സെക്കൻഡുകളെയാണ്? 86,400 സെക്കൻഡുകൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഡേ എന്ന് പറയുന്നത്. ഒരു ഡേ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/86400 ഡേ അല്ലേ? ഇങ്ങനെ എടുത്തൂടെ? ഇതിനെ താഴെ കൊണ്ടുവന്നൂടെ? ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും 1/, അതായത് 1/86,400 നമുക്ക് എടുക്കാം. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് താഴെ കൊണ്ടുവരുന്നു. ഈ റിലേഷൻ അറിഞ്ഞിരിക്കുക. അതായത് ഒരു ദിവസത്തിന്റെ 86,400 ഒരു ഭാഗമായിരിക്കും അതിന്റെ ആ ദിവസത്തെ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ദിവസം എടുത്താൽ ആ ദിവസത്തിന്റെ 86,400 ഒരു ഭാഗം എത്രയാണോ അതാണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഏതറിഞ്ഞിരുന്നാൽ മതി? ഈ റിലേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഈ റിലേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്നും രണ്ടാമത്തെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പം ഒരു ദിവസം എന്ന് പറയുന്നത് 86,400 സെക്കൻഡുകൾ ചേർന്നതാണ്. 86,400 സെക്കൻഡുകൾ ചേരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 86,400 ഒരു ഭാഗം എത്രയാണോ അതായിരിക്കും അവിടുത്തെ ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വഴി ഒന്നും കൂടെ നോക്കുക. ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 hours ആണ്, അല്ലെങ്കിൽ 24 മണിക്കൂറാണെന്ന് അറിയുക. ആ 24 മണിക്കൂറിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എന്തിലേക്ക് ആദ്യം മാറ്റി? മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനെ വീണ്ടും എടുത്തതിന് ശേഷം വീണ്ടും ഒരു 60 കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു 60 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായി? സെക്കൻഡിലായി. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടി? ഇതിന് എൻ്റെ ആയിട്ട് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 86400 അല്ലെങ്കിൽ 86,400 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ടെന്ന് കിട്ടി? 86,400 സെക്കൻഡുകൾ ചേരുന്നതാണ് ഒരു ദിവസം. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 86,400 ഒരു ഭാഗം എത്രയാണോ അതാണ് കറസ്പോണ്ടിങ് ആയിട്ട് അവിടുത്തെ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ടൈമിനെ കുറിച്ച് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഫസ്റ്റ് പറഞ്ഞത് സൺ ഡയൽ അല്ലെങ്കിൽ നിഴൽ ഘടികാരത്തെ കുറിച്ചും പണ്ടുള്ള ആൾക്കാർ സമയം കണ്ടുപിടിക്കുന്നത് അത് അന്ന് മൊബൈലോ അല്ലെങ്കിൽ ക്ലോക്കോ വാച്ചോ ഒന്നും വരാത്ത ഒരു കാലഘട്ടത്തിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരുന്നു? നിഴലിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഷാഡോസിന്റെ പൊസിഷൻ വെച്ചുകൊണ്ട് വരെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? സമയം പറഞ്ഞുള്ള സമയം ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയാണ് ആ കാലഘട്ടത്തിൽ ഇന്ന് വാച്ചിന് തുല്യമായിട്ട് അന്ന് കൊണ്ടുവന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെയാണ് സൺ ഡയൽ അല്ലെങ്കിൽ നിഴൽ ഘടികാരങ്ങൾ. അത് പല ടൈപ്പ് ഡിഫറൻറ്റ് ടൈപ്പ് സൺ ഡയൽസ് ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഷാഡോസും കാര്യങ്ങളെല്ലാം പൊസിഷനും കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്ത് സമയവും കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വെക്കും. അത് കഴിഞ്ഞാണ് അതിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടായിട്ട് അത് നമ്മൾ അവോയ്ഡ് ചെയ്തു. കാര്യം രാത്രി കാലങ്ങളിൽ സൂര്യനോ സൂര്യപ്രകാശമോ ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് സൺ ഡയലിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല, അത് പൂർണ്ണമായിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, 100% ഉപയോഗിക്കാൻ കഴിയാത്തൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വന്നപ്പോൾ നമ്മളതിനെ അവോയ്ഡ് ചെയ്തു. രാത്രി കാലങ്ങളിൽ പകൽ സമയങ്ങളെ പോലെ തന്നെയാണ് രാത്രി. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നിഴലിൻ്റെ സ്ഥാനമല്ല, പകരം നക്ഷത്രങ്ങളുടെ സ്ഥാനം വെച്ച് വരെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? സമയങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ആർക്കും എന്തറിയത്തില്ല, ഈ പറഞ്ഞ പോലെ നിഴലിൻ്റെ സ്ഥാനമോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് നക്ഷത്രത്തിൻ്റെ സ്ഥാനമോ ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്നും കൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാൻ അറിയത്തില്ല? സമയം കണ്ടുപിടിക്കാൻ അറിയത്തില്ല. ഇന്ന് അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വാച്ചുകളും ക്ലോക്കുകളും മൊബൈൽ ഫോണുകളും കാര്യങ്ങളും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്.
ശരി. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ പറഞ്ഞ ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു? സോളാർ ഡേ അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോളാർ ഡേ അല്ലെങ്കിൽ സോളാർ ദിനം എന്ന് പറയുന്നത് എന്തിനാണ് മീൻ ചെയ്യുന്നത്? സോളാർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ടൈം പീരീഡ് എത്രയാണോ അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച പേരാണ് എന്ത്? സോളാർ ഡേ അല്ലെങ്കിൽ സോളാർ ദിനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എടുത്താൽ ആ ഒരു ദിവസത്തെ നമ്മൾ എത്ര ഈക്വൽ ഡിവിഷനാക്കി? 60 ഈക്വൽ ഡിവിഷനാക്കി, 60 ഈക്വൽ ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്തു. ആ ഒരു ദിവസത്തെ 24 ഈക്വൽ ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഓരോ ഡിവിഷനെയും നമ്മൾ മണിക്കൂർ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അവേഴ്സ് എന്നാണ് കാണിച്ചത്. ആ അവേഴ്സിനെ വീണ്ടും 24 അല്ലെങ്കിൽ ഈ അവേഴ്സ് എടുത്തിട്ട് ഇതിനെ വീണ്ടും 60 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഓരോ പാർട്ടിനെയും കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച പേര് മിനിറ്റ് എന്ന് വിളിച്ചു. ഈ മിനിറ്റിനെ വീണ്ടും 60 ഈക്വൽ ഡിവിഷനാക്കി ഡിവൈഡ് ചെയ്തു. അതിനെ ഓരോ പാർട്ടിനെയും അല്ലെങ്കിൽ ആ ഓരോ ഭാഗത്തെയും വിളിച്ച പേര് സെക്കൻഡ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അവേഴ്സിനെ ആദ്യം 1 ഡേ, ഒരു ദിവസത്തിനെ 24 തുല്യ ഭാഗങ്ങളാക്കിക്കൊണ്ട് 60 അല്ലെങ്കിൽ 24 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഓരോ ഭാഗത്തിനെയും അവേഴ്സ് എന്ന് വിളിച്ചു, മണിക്കൂർ എന്ന് വിളിച്ചു. ആ മണിക്കൂറിനെ വീണ്ടും 60 ഈക്വൽ ഡിവിഷൻ ആക്കിക്കൊണ്ട് അതിലുള്ള ഓരോ ഭാഗത്തിനെയും മിനിറ്റ് എന്ന് വിളിച്ചു. അതിനെ വീണ്ടും 60 ഈക്വൽ ഡിവിഷൻ ആക്കിക്കൊണ്ട് അതിലുള്ള ഓരോ ഡിവിഷനെയും വിളിച്ച പേരാണ് സെക്കൻഡ്സ് എന്ന് വിളിച്ചു. സെക്കൻഡ്സ് എന്ന് വിളിച്ചു. ഇനി ഇത് നമ്മളുടെ റിലേഷൻഷിപ്പും പറഞ്ഞു. ഒരു ഡേ, 1 ഡേ അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ ചേരുന്നതാണ് ഒരു ദിവസം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മണിക്കൂർ ചേരുന്നത് എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ്, 60 മിനിറ്റ് ചേരുന്നതാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ്സ് ആണ്, 60 സെക്കൻഡ്സ് ആണ്. ഈ റിലേഷൻഷിപ്പും പറഞ്ഞു അല്ലേ. അതിനുശേഷം അടുത്തത് പറഞ്ഞു ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡുകളുണ്ട്. ഒരു ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര മണിക്കൂറാണെന്ന് പറഞ്ഞു? 24 അവേഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ 24നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? മിനിറ്റ് കിട്ടും. അതിനെ വീണ്ടും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡിലോട്ടും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? വരുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 86,400 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ അത്രയും സെക്കൻഡുകൾ ചേരുന്നതാണ് ഒരു ദിവസം. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ദിവസത്തിന്റെ 86,400 ഒരു ഭാഗത്തെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച പേരാണ് സെക്കൻഡ് എന്ന് വിളിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമയത്തിൽ വന്നത്. അപ്പോൾ 3 ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. 1 ലെങ്ത്, 2 മാസ്, 3 ടൈമാണ്. 3ന്റെ യൂണിറ്റുകൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ 3 ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ക്വാണ്ടിറ്റി ഏതായിരുന്നു? ലെങ്ത് ആയിരുന്നു. രണ്ടാമത്തെ ക്വാണ്ടിറ്റി മാസ് ആയിരുന്നു. മൂന്നാമത്തെ ക്വാണ്ടിറ്റി ടൈമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ 3ന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റുകളും പറഞ്ഞു. ലെങ്ത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ സെന്റിമീറ്റർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മില്ലിമീറ്റർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മാസിന്റെ യൂണിറ്റുകൾ അതൊക്കെ പറഞ്ഞു. കിലോഗ്രാം ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്. അതല്ല എങ്കിൽ ഗ്രാം യൂസ് ചെയ്യാം, അതല്ല എങ്കിൽ മില്ലിഗ്രാം യൂസ് ചെയ്യാം. സമയത്തിന്റെ യൂണിറ്റ് അതൊക്കെ പറഞ്ഞു. സമയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അതൊക്കെ പറഞ്ഞു. അവേഴ്സ് പറഞ്ഞു. അതിലും താഴെയുള്ളത് ഏത് പറഞ്ഞു? മിനിറ്റ് പറഞ്ഞു. മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? സെക്കൻഡ്സ് പറഞ്ഞു. മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തത് സെക്കൻഡ്സും പറഞ്ഞു. അടുത്ത ഇതിന്റെ കുറച്ചൊരു വലിയ യൂണിറ്റുകൾ പറഞ്ഞു. ലെങ്ത്തിന്റെ കുറച്ചൊരു വലിയ യൂണിറ്റുകളായിരുന്നു ഏതൊക്കെ? ലൈറ്റ് ഇയർ പറഞ്ഞു. അതേപോലെ തന്നെ പാഴ്സെക് പറഞ്ഞു, അല്ലെങ്കിൽ പാരലറ്റിക് സെക്കൻഡ് പറഞ്ഞു. അതേപോലെ തന്നെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് AU കൊണ്ട് കാണിച്ചു. മാസിന്റെ കുറച്ചൊരു വലിയ യൂണിറ്റുകളാണ് ക്വിന്റൽ പറഞ്ഞു. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ടണ്ണ് പറഞ്ഞു. ഓക്കെ, അടുത്ത റിലേഷൻഷിപ്പ്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്ററിന് തുല്യമാണെന്ന് പറഞ്ഞു. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 mm തുല്യമാണ്. അതല്ല എങ്കിൽ ഒരു സെന്റിമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 mm തുല്യമാണെന്ന് പറഞ്ഞു. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അതുപോലെ ഇവിടെയും പറഞ്ഞു 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഗ്രാമിന് തുല്യമാണ്? 500 ഗ്രാമിന് തുല്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമിന് തുല്യമായിരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം അടുത്തത് 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. 1000 മില്ലിഗ്രാം ചേരുമ്പോഴാണ് 1 ഗ്രാം ആകുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം 100 കിലോഗ്രാമിനെ നമ്മൾ കറസ്പോണ്ടിങ് എന്ത് പേരിട്ട് വിളിച്ചു? 100 കിലോഗ്രാമിനെ 1 ക്വിന്റൽ എന്ന് കാണിച്ചു. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് 1000 കിലോഗ്രാമിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? 1 ടൺ എന്ന് കാണിച്ചു. 1 ടൺ എന്ന് കാണിച്ചു. 1 ടൺ. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെ വന്നു? ഒരു ഡേ, ഒരു ദിവസം എന്ന് പറയുന്നത് 24 അവേഴ്സ് ആണെന്ന് പറഞ്ഞു. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണെന്ന് പറഞ്ഞു? 60 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത്
എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 86,400 ആ സെക്കൻഡുകൾ ചേരുന്നതാണ് ഒരു ദിവസം. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് എങ്ങനെ പറയാം, ഒരു ദിവസത്തിന്റെ 86,400 ഒരു ഭാഗത്തിനെ നമ്മൾ വിളിച്ച പേരാണെന്ന് പറയുന്നത് ഒരു സെക്കൻഡ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് എല്ലാം അറിഞ്ഞിരിക്കുക, അത് നോട്ട് ചെയ്യുക. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.